കരുനാഗപ്പള്ളി MLA ആയിട്ടുള്ള CR മഹേഷ് രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരു വ്യക്തിക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കാതെ ഇത്രയും സ്വാധീനം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹം 1500 വോട്ടുകൾക്ക് 2016 CPIM-ന്റെ കപട വാദങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയെങ്കിലും അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കുകയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന, കരുനാഗപ്പള്ളി കണ്ടിട്ടുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 30,000-ഓളം വോട്ടുകളുടെ മാർജിനിലാണ് കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചു കയറിയത്. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വംശഹത്യയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും നിസ്സഹായരാണ്. മൈലുകൾക്കപ്പുറം, കിലോമീറ്ററുകൾക്കപ്പുറം ഫലസ്തീൻ എന്നൊരു രാജ്യം അവിടെ വളരെ കാടത്വം നിറഞ്ഞ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിഴലിച്ച് നിൽക്കുമ്പോൾ ഇവിടെ CR മഹേഷ് നടത്തുന്ന മാതൃകാപരമായ ഈ ഒരു സമരം ഒരുപക്ഷെ കേരളത്തെ മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഏത് രീതിയിലാണ് സമരമാർഗം ആചരിക്കേണ്ടത്? ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യം വലിയ തോതിൽ കൊടിനാട്ടിയപ്പോൾ അതിനെ അഹിംസ കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ, അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച മഹാത്മാവിൻ്റെ മുമ്പിൽ സ്മരണാഞ്ജലികൾ നേർന്നുകൊണ്ട് CR മഹേഷ് നടത്തുന്ന ഈ മൗനവ്രതം, കാലത്ത് 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നടത്തുന്ന ഈ മൗനവ്രതം ഒരുപക്ഷെ കൃത്യമായി സമരമുറകളുടെ ഒരു പുതിയ പ്രത്യയശാസ്ത്രമായി തന്നെ രേഖപ്പെടുത്തേണ്ടതായി ഉണ്ട്. എങ്ങനെയാണ് ഒരു സമരം നടത്തുക? ആ സമരം പ്രത്യേകിച്ചും മഹാത്മാവിൻ്റെ ജന്മവാർഷിക ദിനമാകുമ്പോൾ എത്തരത്തിൽ അത് നടത്തണം? അദ്ദേഹത്തിൻ്റെ ജീവിതം ആണ് അദ്ദേഹത്തിൻ്റെ സന്ദേശമെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തി, ആ വ്യക്തി നടത്തിയ പോരാട്ട വഴികൾ, അതിൽ നിന്നും കൃത്യമായി പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊക്കെ വിധത്തിലാണ് ആ മഹാത്മാവിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയായിട്ടുള്ള CR മഹേഷ് ഇവിടെ ഇത്തരത്തിൽ ഒരു സമര പരിപാടി നടത്തുന്നത്? പാർട്ടി ഭേദമന്യേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലസ്തീൻ ജനതയോട് ലോകം കാണിക്കുന്ന ഐക്യദാർഢ്യമാണ്. ഏതാനും ചില രാജ്യങ്ങൾ, അവർക്ക് മാത്രമാണ് ഇസ്രയേലിൻ്റെ ചെയ്തികളെ ന്യായീകരിക്കാൻ കഴിയുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ത്യ എന്ന നമ്മുടെ ഈ മഹത്തായ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ആയതുകൊണ്ട് അവരുടെ ദുഷ്ടബുദ്ധിയിൽ അവർക്ക് ആരോടും മമതയോ സ്നേഹമോ മനുഷ്യജീവന് വില കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫലസ്തീൻ ജനതയുമായി ഇന്ത്യക്ക് വർഷങ്ങളോളം ഉണ്ടായിരുന്ന ബന്ധം പിച്ചിച്ചീന്തി കളഞ്ഞത് സംഘപരിവാർ ഭരണമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CR മഹേഷ് നടത്തുന്ന ഈ സമരം വേറിട്ട ഒരു മാർഗരീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സമരമുറകളും നമുക്ക് ആർക്കും ദോഷമില്ലാതെ, ഒരു വാഹന ഗതാഗതവും ഒന്നും തന്നെ സ്തംഭിപ്പിക്കാതെ, തടസ്സപ്പെടുത്താതെ ചെയ്യാൻ കഴിയും എന്നതാണ് വ്യക്തം.